പുതിയ പരിപാടിയിലേക്ക് ആദ്യമായാണ് തോന്നുന്നത് ഒരു പൊതുപരിപാടിയിലേക്ക് എത്തുന്നത്? അല്ല, ഞാൻ തൃശ്ശൂരൊക്കെ പോയിരുന്നു. എങ്ങനെ തോന്നുന്നു ഇവിടെ? ഇതിപ്പോ നമ്മൾ രാവിലെ തൊട്ട് നോക്കുന്നു, വലിയ തോതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്, നല്ലൊരു ഫ്ലോ ഉണ്ട്. എങ്ങനെ നോക്കി കാണുന്നത്? അല്ല, ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കോൺഗ്രസ് പലരും വരും ഇതിലേക്ക്. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? എന്നാണ് BJP-യിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ, ആ സംഘടനാ സംവിധാനം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? ഞാൻ BJP-നെ എല്ലാ പാർട്ടികളെയും പറ്റി പഠിക്കുന്ന ആളാണ്. ഞാൻ BJP-നെ പറ്റിയും പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിലേക്ക് വന്നത്. ഇപ്രാവശ്യം ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, BJP അക്കൗണ്ട് ഇവിടെ തുറന്നിരിക്കും. അത്രമാത്രം ഒരു കോൺഫിഡൻസ് എന്തിൽ നിന്നാണ് നൽകുന്നത്? എനിക്ക് തൃശ്ശൂർ അറിയാലോ, തൃശ്ശൂര് എനിക്ക് മുഴുവൻ അറിയാം, ബാക്കിയുള്ള സ്ഥലത്തേക്കല്ല. എനിക്ക് തൃശ്ശൂര് ഞാൻ ഉറപ്പ് പറയാം, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 2-3 എണ്ണം എന്തായാലും കിട്ടും പ്രാവശ്യം. 4ഓളം സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ പ്രതീക്ഷ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് വിട്ടുപോയെന്ന ഘട്ടത്തിലൊക്കെ തന്നെയും ഉയർന്നു വന്ന പല ആക്ഷേപങ്ങളുമുണ്ട്. ഒരു വ്യക്തി രാഷ്ട്രീയം വിട്ടതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നതൊക്കെ തോന്നിയിരുന്നു. അത്തരമൊരു കേന്ദ്രം, അത് കോൺഗ്രസിൽ നിന്ന് അത്തരമൊരു അഭിപ്രായം ഉണ്ടായപ്പോൾ കൂടുതൽ സംരക്ഷണമൊന്നും ഉണ്ടായില്ല. ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഇടമാണ് BJP അല്ലെങ്കിൽ NDA എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാനത് കണ്ടിട്ട് തന്നെയാണ്. വനിതകളോടും യുവാക്കളോടും അവർ കാണിക്കുന്ന ഒരു പരിഗണന അത് ഒരു പാർട്ടിയിലും കിട്ടില്ല. ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഒട്ടും കിട്ടില്ല. തൃശ്ശൂർ പ്രചരണത്തിന് ഇറങ്ങും? പാർട്ടി പറഞ്ഞാൽ ഇറങ്ങും, തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞാൽ ഇറങ്ങും. തൃശ്ശൂര് എന്താണ് ഒരു ഹോപ്പ്? എന്താണ്? നല്ല മത്സരം നടക്കുന്ന ഒരു ഇടമാണ്. തീർച്ചയായിട്ടും. പിന്നെ സുരേഷ് ഗോപിനെ പറ്റി നല്ല അഭിപ്രായമാണ് ആൾക്കാർക്ക്. അദ്ദേഹം കുറേ കാലം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അത് കൂടാണ്ട് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിലേക്ക് അത്തരത്തിൽ അവരുടെ ഒരു ആശ്രയമായി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീകമായി BJP-ക്ക് വേണ്ടി തൃശ്ശൂർ പ്രചരണത്തിന് പത്മജ വേണുഗോപാൽ ഇറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷയില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും വേണ്ടി, അതിനുവേണ്ടിയാണ് ഞാൻ ശരിക്കും പാർട്ടിയിലെത്തിയത്. അതായത് മോദിജി എന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ലീഡറിലുള്ള എനിക്ക് വിശ്വാസം കൊണ്ട് കോൺഗ്രസിൽ ഇപ്പം നേതൃത്വമില്ല. ആരെ കാണണം എന്നറിയില്ല, ആരോട് സംസാരിക്കണം എന്നറിയില്ല. പാർട്ടി BJP അവിടെ ഇറങ്ങരുതെന്നുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ പ്രചരണത്തിൽ ഇറങ്ങുന്നുള്ള ഒരു രീതിയിൽ വാർത്തകളൊക്കെ വരുന്നത് അവിടെ ഏതോ ഒരു LDF-ന്റെ ലേഖകൻ കോൺഗ്രസുകാരുടെ അവരെ സ്വാധീനിച്ച് എഴുതിപ്പിച്ചതാണ്. അതിൽ വേറെ കാര്യമൊന്നുമില്ല.